എങ്ങനെയാണ് ഈ വർഷത്തെ ക്രിസ്മസിന് ഞങ്ങൾ സ്റ്റാർ ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ആദ്യം ഇതുപോലത്തെ കുറച്ച് കളർ പേപ്പറുകളാണ് വേണ്ടത്. നമുക്ക് ഏത് കളറാണോ ഇഷ്ടമുള്ള വെച്ചാൽ അതെടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ വശവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് ഇതേ ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ നടുവിൽ മടക്കിയിട്ട്, നടുവിലല്ല ഒരു കോണോട് കോണും ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വശവും ഒരുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ത്രികോണാകൃതിയിൽ അപ്പുറത്തും ഒരു കോണിന് വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മടക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ബാക്കി വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതും ഇങ്ങനെ നടുവിലേക്ക് മടക്കി വെക്കുക. ഇത് കാണുന്ന പോലെ, എനിക്കിതുപോലെ അങ്ങനെ പറയാനറിയില്ല, അതേ വീഡിയോയിൽ കാണുന്നില്ല ഇതുപോലെ കേട്ടോ. എന്നിട്ട് അവിടങ്ങളിലൊക്കെ പശ വെച്ച് ഒട്ടിക്കണം. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കേട്ടോ. പിന്നെ മുകളിലും ഒട്ടിക്കുക. എന്നിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇതുപോലെ മടക്കി വെക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇങ്ങനെ കിട്ടും. കിട്ടിയല്ലേ? ഇത് ഞങ്ങളേ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം ചുമളോ ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. അവൾ കുറുമ്പ് തുടങ്ങി. അവൾക്ക് ആ പേപ്പറൊക്കെ കണ്ടാൽ നല്ല കളർഫുള്ളല്ലേ, അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം അവിടെ വെച്ച് ഞാൻ കുറച്ച് നേരം അവളെ എടുത്തിട്ട് ഊഞ്ഞാലാടിയപ്പോൾ അവൾക്ക് സന്തോഷമായിട്ടാണ്. അപ്പോൾ അവളെ കരച്ചിലൊക്കെ മാറിയത് ഞങ്ങളകത്ത് കയറി ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കാണിച്ചത് അത് വലിയത് കേട്ടോ. അത് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടില്ല. അത് ഞാൻ ശിവദേവിന് സ്കൂളൊക്കെ കൊടുത്തുവിട്ട് അതിൻ്റെ ബാക്കി ബാലൻസ് വന്ന പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ മടക്കി വെച്ചില്ലേ, അതിൻ്റെ ബാക്കിയായിട്ട് കാണിക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതുപോലെ ത്രികോണാകൃതിയിലാക്കി വെക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വീട്ടിൽ കണപ്പര ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും, ത്രികോണത്തിലൊരു ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് കിട്ടുമ്പോൾ തന്നെ അപ്പുറത്തെ ആ ഒരു അറ്റത്തുണ്ടല്ലോ അതും ചെറിയൊരു ത്രികോണത്തിൻ്റെ രൂപത്തിൽ തന്നെ അവിടെ ഉണ്ടാവും ഷേപ്പ്. ആ ഷേപ്പിൽ നോക്കിയിട്ട് മാത്രം ഗമ്മ വെച്ച് ഒട്ടിക്കുക കേട്ടോ. പശ വെച്ച് ഒട്ടിച്ചിട്ട് ഞാനൊരു നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ അവിടെ വെച്ചു. എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു. അങ്ങനെ 5 എണ്ണം ഇതുപോലെ മേലക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ റെഡി ആവും കേട്ടോ. ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല, അതേ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായിരിക്കും ഏറ്റവും നല്ലത്. ഒരെണ്ണം ഒട്ടിച്ചു, 2 എണ്ണം ഒട്ടിച്ചു, 3 എണ്ണം ഒട്ടിച്ചു. ഇങ്ങനെ 5-ാമത്തെ 4-ാമത്തെ ഒട്ടിച്ചു. ഇനി ഒരെണ്ണം കൂടി കേട്ടോ, അതുകൂടെ ഒട്ടിച്ചാൽ 5 എണ്ണം ആയി. ഒട്ടിച്ചു. ഇനി നമുക്കിതൊന്നും ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വീഡിയോ എടുക്കേണ്ടതായതുകൊണ്ട് അപ്പം തന്നെ എടുത്തുനിന്ന് കാണിച്ചത് കേട്ടോ. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടിയിട്ടൊന്നുമില്ല. വേണ്ട, ഇതുപോലെ ഇങ്ങനെ ഇടത്ത് നോക്കി കാണാം. സൂപ്പറായില്ലേ? അപ്പോൾ സ്റ്റാറായി. ഇനി ആ ബാക്കി ബാലൻസ് ഒട്ടിക്കാത്തുണ്ടായിരുന്നല്ലോ, അതും കൂടെ അങ്ങോട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഈ സ്റ്റാറിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വൈറ്റും ഇതുപോലത്തെ ഒരു ഗ്രീനും ശിവദേവിന് സ്കൂൾക്ക് കൊടുത്തു വിട്ടു കേട്ടോ. അവന് സ്കൂൾ കൊടുത്തു വിട്ടതിൻ്റെ ഒരു ബാക്കി കുറച്ച് വൈറ്റ് കളർ പേപ്പർ ഉണ്ടായിരുന്നു. അതിന് ബാക്കി ബാലൻസും കൂടെ എടുത്തിട്ട് ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ടാണ്. അതുകൊണ്ട് 2 ചെറിയ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് വലിയൊരു സ്റ്റാർ ഉണ്ടാക്കിയിട്ടാണ്. ഇത് യൂട്യൂബിൽ കുറേ തുറന്ന് നോക്കിയപ്പോൾ സ്റ്റാർ നടിച്ചെടുത്തിട്ട് ഇതുപോലെ കുറേ പേരുണ്ടാക്കിയിട്ടുണ്ട്. ഞാനും അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ നോക്കിയിട്ടാണ്. ഇങ്ങനെയാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും സക്സസ് ആയതേ കണ്ട. ഇതുപോലെ പേപ്പർ എടുത്ത് 2 ഭാഗത്ത് ഒട്ടിച്ചിട്ട് നമ്മുടെ ലെറ്റർ കവറില്ലേ അതുപോലെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ എത്ര എണ്ണമാണോ ഉള്ളത് വെച്ചാൽ അതുപോലെ ഞാൻ 20 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 20 പേപ്പർ. എന്നിട്ട് എൻ്റെ മുകളിൽ ഒരെണ്ണം അങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു. ഇത് ഞാൻ ആദ്യം ഒരൊറ്റ കളറിൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷേ അത് ശരിയായില്ല, പേപ്പർ തയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇട കലർത്തിയിട്ട് ഒട്ടിച്ച് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ ഇങ്ങനെ കളർ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇതാണ് സ്റ്റാറുകളുടെ അവസാന ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സ്റ്റാർ ഉണ്ടാക്കുന്ന കഥ. ഇതെല്ലാം ഞങ്ങൾ ക്രിസ്മസിന് തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത് ഞങ്ങൾ പുൽക്കൂടിൻ്റെ വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.